ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചെടുത്താണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇപ്പോഴൊന്ന് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 തക്കാളിയാണ്. അത് കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. ചെറിയ 2 തക്കാളിയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം ഇതിപ്പോഴൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഇനി അടപ്പൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. കുറച്ച് മല്ലിയില കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ മുട്ടക്കറി റെഡിയാക്കിയിട്ടുണ്ട്. ഇടിയപ്പത്തിനും പാലപ്പത്തിനും ചപ്പാത്തി എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.